Medical and Research Center, a unit of Trichure Heart Hospital Limited, first NABH accredited hospital in Trichure. ഇതാ നാലാം ഓണം നാളിലെ ഈ സായാഹ്നത്തിൽ തൃശ്ശൂർ നഗരിയിൽ പുലികളി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അർമാദകരമായ ആവേശകരമായ നിമിഷങ്ങളിലൂടെ ഇതാ പുലികളി പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ച വേഷം കെട്ടലിന് ഇന്ന് ഇതാ സാക്ഷാത്കാരം ലഭിച്ചിരിക്കുന്നു. നടുവിലാൽ ഗണപതിക്ക് മുമ്പിൽ നാളികേരമുടച്ചെത്തിയ പുലികളിതാ സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ച് പ്രേക്ഷകരുടെ കണ്ണുകളെ, മനസ്സുകളെ, കരളിനെ എല്ലാം ആവേശകരമായ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് എത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചെണ്ടയുടെ വന്യമായ താളത്തിനൊപ്പിച്ച് നൃത്തം വെച്ച് കളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പുലികൾ. ആ പുലികൾക്കൊപ്പം വലിയ ട്രക്കുകളിൽ തയ്യാറാക്കിയിരിക്കുന്ന കെട്ടുകാഴ്ചകളും പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. തൃശ്ശൂർ നഗരത്തിൻ്റെ സാംസ്കാരിക കൂട്ടായ്മയെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം കെട്ടുകാഴ്ചകൾ നോക്കുക. അതിൽ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ മുതൽ സമകാലിക ജീവിതത്തിലെ സന്ദർഭങ്ങൾ വരെ ഉണ്ട്. കാടിറങ്ങി വരുന്ന ആന അടക്കമുള്ളവ ആ കെട്ടുകാഴ്ചകളിൽ ഉണ്ട്. മാസങ്ങളുടെ ശ്രമങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കെട്ടുകാഴ്ചകളും ശില്പങ്ങളുമെല്ലാം ഇവർ നിർമ്മിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ചെലവാക്കുന്ന തുക പിന്നീട് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ വിഷയമേ അല്ല, മറിച്ച് അത് തങ്ങളുടെ പുലികളി എന്നുള്ള വലിയ ആഘോഷത്തിൻ്റെ മാറ്റുകൂട്ടുന്ന ഒന്നാണ് എന്നവർക്ക് തിരിച്ചറിയാം. തൃശ്ശൂരിലെ പുലികളികൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തതയുണ്ട്. ഇവിടെ പുലികളുടെ മേൽ ഉപയോഗിക്കുന്ന ചായം എന്ന് പറയുന്നത് ഇനാമൽ പെയിൻ്റാണ്. മണ്ണെണ്ണയിൽ നന്നായി കൂട്ടിച്ചേർത്താണ് ആ ഇനാമൽ പെയിൻറ്റ് ശരീരത്ത് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുലിക്കളിയിൽ കാലമുണ്ടാക്കിയ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. ചിലർ ശരീരത്തിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. വിവിധ നിറങ്ങളിലാണ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. പുലികൾ പച്ച, മഞ്ഞ, കറുപ്പ്, സിൽവർ, ചുവപ്പ്, നീല, പിങ്ക്, വയലറ്റ് എന്ന് വേണ്ട എല്ലാ നിറങ്ങളെയും കാണാം. സകല നിറങ്ങളുടെയും കൂടിച്ചേരലാണ് ഇവിടുത്തെ ഉടലുകളിൽ കാണാൻ കഴിയുന്നത്. ശരീരത്തിൻ്റെ മുകളിൽ മനുഷ്യർ നടത്തുന്ന കലാപ്രകടനം, സ്വന്തം ശരീരത്തെ ഒരു വന്യമൃഗമാക്കി മാറ്റുക, അങ്ങനെ ഏറ്റവും വലിയ പരകായ പ്രവേശം നടത്തുക എന്നുള്ള ഒന്നുകൂടി ഈ പുലികളിയിൽ നമ്മൾ കാണുന്നു. ഞങ്ങളുടെ കേരള വിഷൻ ന്യൂസിൻ്റെ ടീം മുഴുവനും അവിടെയുണ്ട്. അവരിലേക്ക് പോകുന്നു, ആൻ്റണിയിലേക്കും മേഘ്നയിലേക്കും. മേഘ്ന, എന്താണിപ്പോൾ പുലികളിയുടെ ആവേശം? ആ സായാഹ്നത്തിൽ സാംസ്കാരിക നഗരിയെ എത്രത്തോളം ഉജ്ജ്വലമാക്കുന്നു മേഘ്ന? മേഘ്ന ഏതൊക്കെയോ പുലികളുടെ ഇടയിൽ പെട്ടുപോയിരിക്കുകയാണ്. പുലികളുടെ ഇടയിൽ നിന്ന് ആന്റണിയാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുക. ആന്റണി. തീർച്ചയായും ബനേഷ്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. പുലികളിതാ വരികയാണ്. പല വേഷത്തിലുള്ള പുലികളുണ്ട്. എനിക്കിവിടെ നിന്ന് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നില്ല, പക്ഷേ നമ്മുടെ ക്യാമറയിൽ അത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. വിയൂരിൻ്റെ പുലികളാണ് വരുന്നത്. ശ്രീ നന്ദകിഷോർ നമ്മളോട് എപ്പോഴും ഉണ്ട്. ഈ പുലികളൊക്കെ വരികയാണ്. എന്താണിപ്പോൾ ഇപ്പോൾ നമ്മൾ ആ പുലികളിയുടെ ഒരു വൈബിലേക്ക് എത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ പുലിക്കളിയുടെ വൈബിലേക്ക് എത്തുന്നത് പുലികൾ വരുമ്പോൾ തന്നെയാണ്. മറ്റത് അതിന് വേണ്ട എന്താ പറയുക, ഒരു ഒരുക്കമാണ്. താബ്ലോ പുലിക്കളിയുടെ ഒരു അട്രാക്ഷൻ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ടാബ്ലോയിൽ കളിയില്ലല്ലോ, അത് നിശ്ചലമാണ്. ടാബ്ലോയുടെ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിശ്ചല ദൃശ്യം എന്നാണ്. കളി എന്ന് പറഞ്ഞാൽ എന്തായി, ചലനമാണ്, ആക്ഷനാണ്. അപ്പം ചലനമാണ് വാസ്തവത്തിൽ പുലിക്കളിയുടെ ആ സ്പന്ദനം, ഈ വൈബ്രേഷനാണല്ലോ വൈബായത്. അതെ, വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ചലനമാണ്. പുലികളുടെ വൈബ്രേഷൻ, മറ്റതിന് വൈബ്രേഷൻ ഇല്ല. അതിൻ്റെ ആ ശില്പഭംഗി ഉണ്ടെന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അത് ശില്പമാണ്, ശില്പം ചലിക്കില്ല. പുലിക്കളി ചലിക്കുന്ന ശില്പമാണ്. ജനങ്ങളെ പുലിയായിട്ട് മാറ്റിയിട്ട് അത് കിടന്ന് കളിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ താളം പുലിക്കളിയുടെ ജനങ്ങളെ എന്ത് ചെയ്യുന്നത്, ആകെ ഡാൻസ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഈ സാധാരണ ഇപ്പോൾ പറയാറുണ്ട്, ഈ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ആനകളാണ് ഇവിടെ മൊത്തം കീഴടക്കുക. ഈ ഒരു ദിവസം വരുമ്പോൾ പുലികളാണ്. അതായത് തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ നഗരം ഹസ്തിനപുരം ആവുകയാണ്. ഹസ്തി എന്ന് പറഞ്ഞാൽ ആന. അപ്പോൾ ഹസ്തിനപുരം ആവുകയാണ് തൃശ്ശൂർ പൂര ദിവസം ഈ നഗരം. ഈ ദിവസം അത് വ്യാഘ്രപുരി ആയി മാറാണ്. ഇത് മുഴുവൻ എന്താണ്, പുലികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കണം. അങ്ങനെ രണ്ട് മാറ്റം വരും. അത് മറ്റത് ശരിക്കുള്ള ആനയാണ്, ശരിക്കുള്ള പുലിയല്ല, അത് വേഷം കെട്ടിയ പുലിയാണ്.
പക്ഷേ അങ്ങനെയല്ലേ പുലിയുടെ കാര്യത്തിൽ പറ്റുള്ളൂ. ആനയേക്കാൾ ഹിംസ ജന്തുവാണല്ലോ പുലി. അപ്പം അതുകൊണ്ട് ആ പുലികളെ ഒരു വ്യാഘ്രപുലി ആയിട്ട് എന്ത് മാറുന്നു? തൃശ്ശൂർ ശരിക്കും മാറും. നമ്മുടെ ലോകത്ത് കുറച്ച് പുലികളെ ഉണ്ടാവുള്ളൂ. പുലിയും കടുവയൊക്കെ വരുമ്പോൾ സ്പീഷീസ് വളരെ കുറവായിരിക്കും. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളില്ലാത്ത പുലികളെയൊക്കെ കാണുന്നതാണ്. അതെങ്ങനെയാണല്ലോ കല എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ മേൽ മനുഷ്യൻ ചെയ്യുന്ന ചില പണികളാണ്. പ്രകൃതിയുടെ മേൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ അപ്പുറത്ത് മനുഷ്യന് പണിയാൻ പറ്റില്ല. പ്രകൃതിയുടെ ഉള്ളിലെ മനുഷ്യൻ പ്രകൃതിയിലെ സൃഷ്ടികളെ നോക്കി മനുഷ്യൻ അവൻ്റെ ഭാവന കൂടി ഇപ്പം പുലിവേഷം കെട്ടി കളിക്കുക എന്നുള്ളത് തന്നെ ഒരു ഇമാജിനറി കോൺസെപ്റ്റാണല്ലോ. 2 കാലിലെ പുലിയാണ്, ഇരിക്കാലി പുലികളാണ്, 4 കാലി പുലികളല്ല കളിക്കുന്നത്. അപ്പോൾ ഈ ഇരിക്കാലി പുലി എന്നുള്ള കോൺസെപ്റ്റിൻ്റെ മനുഷ്യൻ കൊണ്ടതൊരു ഇന്നോവേഷനാണ്. അതിൻ്റെ വർക്ക് ഓഫ് ആർട്ടാണ്. ആ വർക്ക് ഓഫ് ആർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുലികൾ മൊത്തം ആസ്വദിക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഈ വ്യൂര് ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച പാദരക്ഷയും അതുപോലെ തന്നെ ഇങ്ങനെ കയ്യിൽ നഖം ഒക്കെ വരുന്ന ഒരു വെറൈറ്റിയൊക്കെ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ എത്രത്തോളം എന്താ പറയുക, പുലി എന്ന മൃഗവുമായിട്ട് എത്രത്തോളം മനുഷ്യനെ മാറ്റാൻ സാധിക്കുമോ അതിനെന്തൊക്കെ സാധ്യതകൾ ഉപയോഗിക്കണം, എന്തൊക്കെ പ്രോപ്സ് ഉപയോഗിക്കണം, എന്തൊക്കെ മേക്കപ്പ് ഉപയോഗിക്കണം, എന്തൊക്കെ കോസ്റ്റ്യൂംസ് ഉപയോഗിക്കണം, അതിൻ്റെ സർവ്വസാധ്യതകൾ. പക്ഷേ അതേസമയം തന്നെ അതെന്തായി മാറും വേണം, ഒരു കലാപ്രകടനം ആയി മാറും വേണം. സാധാരണ പുലിക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റില്ല. അപ്പം സാധാരണ പുലിയുടെ സങ്കല്പം എടുത്തിട്ട് മനുഷ്യൻ കളിക്കുക. പക്ഷെ അതേസമയം വേഷം കൊണ്ടും ഭാവം കൊണ്ടും, ഭാവമില്ലല്ലോ, മുഖത്ത് മാസ്കല്ലേ, പുലിയുടെ മുഖത്ത് ഭാവമില്ല, ഒറ്റ ഭാവമുള്ളൂ. പിന്നെ മാസ്കിൻ്റെ ഭാവങ്ങൾ മാറ്റിക്കൊണ്ടുവരാം. അത്തരത്തിൽ കൊണ്ടുവരുന്ന അവിടെയാണ് പുലിക്കളിയുടെ വർക്ക് ഓഫ് ആർട്ട് കിടക്കുന്നത്. പിന്നെ ഈ കളിയിലാണ്, കളി താളമാണ്. മറ്റേ മൃഗങ്ങൾക്ക് താളം ഉണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. ഈ അർത്ഥത്തിലുള്ള താളം എന്തായാലും ആർക്കില്ല, മൃഗങ്ങൾക്കില്ല, ഉണ്ടാവില്ല. ഒരു മൃഗം ഇങ്ങനെ ഡാൻസ് ചെയ്യില്ല. അതെ ആന്റണി, നന്ദകുമാർ കിഷോറിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ താളത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ നന്നായിട്ട് ചുവട് വെച്ച് വരുന്ന പുലികൾക്കിടയിൽ ചില പുലികൾ ഇങ്ങനെ മെല്ലെ ഒന്ന് അങ്ങോട്ട് വീഴാൻ പോകുന്നത് പോലെയോ പതുക്കെയോ ഒക്കെ ആയിട്ട് മാറുന്നത് കാണാറുണ്ട്. പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത് അത്തരം പുലികളെ ഫിറ്റ് പുലികൾ, അതായത് ഒരു ശക്തി കിട്ടാൻ വേണ്ടി അത്യാവശ്യം ഒന്ന് മദ്യപിക്കുന്നു, പക്ഷേ നിയന്ത്രണം വിട്ട് കൂടുതൽ മദ്യപിക്കുന്നു, അതിൻ്റെ പേരിൽ ആവേശമൊക്കെ പോയി ഒന്ന് ഉലഞ്ഞൊക്കെ ചെയ്യുന്ന അങ്ങനെ വരയമ്പുലികൾ മറ്റ് പുലികൾ എന്നൊക്കെ പറയുമ്പോൾ അതിനിടയിൽ ഫിറ്റ് പുലികൾ എന്നുള്ള ഒന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. അതെ, ഈ നമ്മുടെ ഈ പുലികൾക്കിടയിൽ ചില പുലികൾ ഒരു തുള്ളി വരുമ്പോൾ ഒന്ന് സൈഡൊക്കെ ആയി പോകുന്ന ഹിറ്റ് പുലികൾ അല്ലെങ്കിൽ ഒന്ന് കുഴഞ്ഞു പോകുന്ന പുലികളൊക്കെ ഉണ്ടാവുമോ എന്നാ ചോദിക്കുന്നത്. മറ്റു പുലികൾ കുഴഞ്ഞു വെച്ച് ശാരീരികമായിട്ട് വയ്യണ്ടായിട്ടോ അല്ല, ഈ അല്ല, അതായത് വാസ്തവത്തിൽ